മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും ദുക്രാന തിരുനാളിൻ്റെ മംഗളങ്ങളും ആശംസകളും. ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് തിരുസഭാ മാതാവ് നമുക്ക് വചനവിചിന്തനത്തിനായിട്ട് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഉദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് 3 പ്രാവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുക: ഈശോ ശിഷ്യഗണത്തിന് ആദ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അവരെല്ലാവരും യഹൂദരെ ഭയന്ന് കതകടച്ച് ഇരിക്കുകയായിരുന്നു എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: യേശു ആദ്യം ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമസിനുമായി ബന്ധപ്പെട്ട ശിഷ്യ സമൂഹത്തിന് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഈശോയുടെ 2ാമത്തെ പ്രത്യക്ഷീകരണമാണ് ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള. തോമസ് തിരികെ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാവരും പറയുകയാണ്: ഞങ്ങൾ കർത്താവിനെ കണ്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു സൗഭാഗ്യത്തെ തോമസ് തിരിച്ചറിയുകയാണ്. ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഉദ്ധാനം ചെയ്ത മിശിഹായെ കാണുക എന്നുള്ളത്. ആ സൗഭാഗ്യം തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോൾ തോമസ് അതീവ സങ്കടത്തിലായി. തോമസ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ശാഠ്യം പിടിക്കുകയാണ്: എനിക്ക് യേശുവിനെ കാണണം, എനിക്കവൻ്റെ ആണിപ്പഴുതുകൾ കാണണം, അവൻ്റെ വിലാവ് കാണണം, അവൻ്റെ വിലാവിൽ എൻ്റെ വിരൽ വെക്കണം, എന്നാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. തോമസ് സംശയിച്ചു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇല്ല, ഒരിക്കലും തോമസ് സംശയിച്ചിട്ടില്ല. താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സൗഭാഗ്യത്തെ ഓർത്ത് അവനൊന്ന് പരിതപിച്ചു. എന്നിട്ടൊരു കൊച്ചുകുട്ടിയെ പോലെ ഈശോയുടെ മുമ്പിൽ അവനൊന്ന് ശാഠ്യം പിടിച്ചു: ഈശോയെ, എനിക്ക് നിന്നെ കാണണം. സ്നേഹമുള്ളവരെ, 100 ആടുകൾ ഉണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് പോകുന്ന ആ നല്ല നസ്രായന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ സ്നേഹശാഠ്യത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കേണ്ടി വന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ഈശോയുടെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള 2ാമത്തെ പ്രത്യക്ഷീകരണം തോമസിന് വേണ്ടി മാത്രമാണ്. തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ അവരുടെ മധ്യത്തിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് ഈശോ തോമസിൻ്റെ പക്കലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു: തോമസേ, എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ ആണിപ്പഴുതുകൾ കാണുക, വിലാവിൽ നിന്റെ വിരൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക. തോമസിന് വേണ്ടി മാത്രമാണ് ഈശോ 2ാമത് ശിഷ്യന്മാർക്കായി പ്രത്യക്ഷപ്പെടുന്നത്, അവനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തോമസ് ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണത്തിന് മുതിരുകയാണ്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, യാഹ്വേ എലോഹീം. ഇതിനു മേലെ വേറൊരു വിശ്വാസ പ്രഘോഷണമില്ല. പ്രത്യക്ഷപ്പെട്ട എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഉദ്ധാനം ചെയ്ത മിശിഹ എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ എലോഹീമാണ്, എൻ്റെ യാഹ്വയാണെന്ന് വിളിച്ചു പറയുന്ന വിശ്വാസ പ്രഘോഷണം. കാരണം യേശു ക്രിസ്തു തോമസിനെ സ്വന്തമാക്കിയത്, തോമസിനെ കീഴ്പ്പെടുത്തിയത് സ്നേഹം കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തു ആദ്യം ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം പറയുന്നു: തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടു. അപ്പസ്തോല കൂട്ടായ്മയാണ്, തിരുസഭയുടെ ആദ്യത്തെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ നിന്നാണ് തോമസ് പുറത്തു പോവുക. തോമസ് പുറത്തു പോയ സമയത്താണ് ഈശോ ശിഷ്യഗണത്തിന് ആദ്യം പ്രത്യക്ഷപ്പെടുക. പിന്നീട് തോമസ് അവരോടുകൂടെ ആയിരുന്നപ്പോൾ ഈശോ ശിഷ്യഗണത്തിന് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. തോമസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്: പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിന്നാൽ ദൈവാനുഭവം ഉണ്ടാവില്ല. കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിന്നാൽ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുകയില്ല. തിരുസഭയാകുന്ന കൂട്ടായ്മ, നമ്മുടെ ഇടവകയാകുന്ന കൂട്ടായ്മ, നമ്മുടെ കുടുംബമാകുന്ന കൂട്ടായ്മ, ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാവുക. അപ്പസ്തോല കൂട്ടായ്മയോട് ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യ സമൂഹത്തിലേക്ക് മുഴുവനാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വിവരിക്കുന്ന ആദ്യത്തെ പെന്തക്കുസ്ത അനുഭവം. പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ശിഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്ന പെന്തക്കുസ്ത കൂട്ടായ്മയിലാണ് സംഭവിക്കുക. പരിശുദ്ധാത്മാവ്
തോമാശ്ലീഹായിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിന്നാൽ ദൈവാനുഭവം ഉണ്ടാവില്ല. തനിക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ തോമാശ്ലീഹ വിശ്വാസ പ്രഘോഷണം നടത്തുകയാണ്. കാരണം തോമസ് തിരിച്ചറിയുകയാണ് കർത്താവിന് തന്നോടുള്ള സ്നേഹം. ഈ ലോകത്തിലെ ഒരു സഹനത്തിനോ ഒരു വേദനയ്ക്കോ കുന്തത്തിൻ്റെ മുനകൾക്കോ പോലും യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവില്ല എന്ന് ജീവിതത്തിൽ സ്നേഹം പ്രകടിപ്പിച്ച, യേശുക്രിസ്തുവിനോട് തൻ്റെ സ്നേഹം രക്തസാക്ഷിത്വം കൊണ്ടുപോലും പ്രകടിപ്പിച്ച സ്ലീഹായാണ് തോമസ്. സ്നേഹമുള്ളവരെ, സ്നേഹം കൊണ്ട് ഈശോ തോമസിനെ കീഴ്പ്പെടുത്തി. ആ സ്നേഹാനുഭവമാണ് തോമസിനെ വിശ്വാസം പ്രഘോഷിക്കാൻ ഈ ഭാരതത്തിലേക്ക് എത്തിച്ചത്. ആ സ്നേഹാനുഭവമാണ് ധൈര്യത്തോടെ ഈ ഭാരതത്തിൽ മുഴുവൻ വിശ്വാസം പ്രഘോഷിക്കാൻ തോമസിനെ പ്രേരിപ്പിച്ചത്. ആ സ്നേഹാനുഭവമാണ് ഒടുവിൽ രക്തസാക്ഷിത്വം വരിക്കാൻ പോലും അവനെ പ്രേരിപ്പിച്ചത്. സ്നേഹമുള്ളവരെ, ഈ ദുഃഖാന തിരുനാളിൻ്റെ അന്ന് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ, സ്നേഹം കൊണ്ട് തോമസിനെ കീഴ്പ്പെടുത്തിയ യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ആ സ്നേഹത്തെ നമുക്ക് പ്രഘോഷിക്കാം. തോമസിലൂടെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ നമുക്കെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. 1, കൂട്ടായ്മയിൽ നിന്ന് വിട്ടുനിന്നാൽ ദൈവാനുഭവം ഉണ്ടാവില്ല. 2, ശിഷ്യൻ്റെ സ്നേഹശാഠ്യങ്ങൾക്ക് മുമ്പിൽ തോറ്റുകൊടുക്കുന്ന ഒരു തമ്പുരാനാണ് എൻ്റെ ദൈവം. ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ആമേൻ.